ഹായ് ഗൈസ്, ഇന്ന് നമുക്കെന്നാൽ ഒരു പ്രൊട്ടക്റ്റീവ് സ്റ്റഡി വ്ളോഗ് ആയാലോ. ആദ്യം തന്നെ ഇന്നത്തെ കാലാവസ്ഥയാണ് ഞാൻ കാണിക്കുന്നത്. നല്ല വെയിലും അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ചെറിയൊരു മടി എവിടെയൊക്കെയോ ഉണ്ടായിരുന്നു. എങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ബയോളജിയൊക്കെ പഠിച്ചു തുടങ്ങി. ഇനിയിപ്പോൾ ക്രിസ്മസ് എക്സാമൊക്കെ വരികയാണല്ലോ. ഡിസംബർ 15 തൊട്ട് ഇനിയിപ്പോൾ എക്സാം തുടങ്ങും. 23rd വരെ എക്സാമാണ്. അന്നേരം ഇപ്പോഴെങ്കിലും ഒന്ന് പഠിച്ച് തുടങ്ങാമെന്ന് കരുതി. ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങ് BEd ടീച്ചേഴ്സായിരുന്നു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവർ ഭയങ്കര സ്പീഡിലായിരുന്നു പഠിപ്പിച്ചപ്പോൾ കൊണ്ടിരുന്നത്. എന്താ വെച്ചാൽ ടോപ്പിക്ക് എത്രയും പെട്ടെന്ന് തീർത്തേ പറ്റുള്ളൂ. എക്സാം എടുത്തുകൊണ്ടും ഇരിക്കുകയായിരുന്നു, ലീവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്നേരം അവർ ലാസ്റ്റ് പോകാൻ നേരത്ത് ഒരു എക്സാം ഇടുവേ, ഒരു ടെസ്റ്റ് പേപ്പർ. അതിനകത്ത് 1 വേർഡ് ആയിരിക്കും എല്ലാം ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് മനസ്സിലാക്കി 1 വേർഡൊക്കെ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഇന്ന് ഞാൻ വിചാരിച്ചു നോട്ട് ഇനിയും പഠിച്ചില്ലേ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ചു നോട്ട് അങ്ങോട്ടൊക്കെ പഠിച്ചങ്ങോട്ട് തുടങ്ങാമെന്ന്. ഞാൻ ഫസ്റ്റ് തന്നെ ബയോളജിയുടെ നോട്ടാണ് എടുത്തത്. ഞങ്ങളുടെ ബയോളജിയുടെ സാറാണെങ്കിൽ BEd സാറ് ഞങ്ങൾക്ക് പ്രിൻ്റഡ് നോട്ട്സാണ് തരുന്നത്. സാറ് തന്നെ പ്രിൻ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ട് തരും. അതിന് നമുക്ക് വെറുതെ കൈയൊക്കെ എഴുതി കൈയൊക്കെ വേദനയാക്കണ്ടല്ലോ. എല്ലാ വിഷയത്തിനും എഴുതാനുണ്ടായതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടായിരിക്കുമല്ലോ. അതുകൊണ്ട് അതിന് ഏറ്റവും സിമ്പിളെന്ന് വെച്ചാൽ ഈ ഒരു പ്രിൻ്റഡ് നോട്ട്സ് ഭയങ്കര ഒരു ഉപകാരമായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞിട്ട് കുറേ സമയം ബയോളജി ഇങ്ങനെ റിവൈസൊക്കെ ചെയ്ത് വീണ്ടും ഒന്ന് പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. ഇടയ്ക്ക് ചെറിയൊരു മടിയൊക്കെ വരുന്നുണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഒന്നുകൂടെ ഒന്ന് പ്രൊട്ടക്റ്റീവായിട്ട് പഠിക്കാമെന്ന് കരുതിയപ്പോഴാണ് എൻ്റെ പൂച്ചക്കുട്ടൻ വന്നിട്ട് എൻ്റെ ടേബിളിൻ്റെ മണ്ടയിൽ ഇരുന്നിട്ട് കളിക്കാൻ തുടങ്ങിയത്. അന്നേരം ഞാൻ അതും കൂടെ ഒന്ന് പിടിച്ചു എന്നേ ഉള്ളൂ. അത് ഇടയ്ക്ക് എന്നെ പഠിക്കുന്ന ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഇടയ്ക്ക് വന്നിട്ട് എന്നെ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ കാര്യമാക്കിയില്ല. അത് കാര്യമാക്കാതെ വന്നപ്പോൾ ആ ടേബിളിൻ്റെ മണ്ടയിലൊക്കെ വന്നിരുന്നു. അത് ഞാൻ വീണ്ടും പഠിക്കാൻ തുടങ്ങി. അതിനെ എടുത്ത് മാറ്റിയിട്ട് അടുത്ത പേജിൽ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. അപ്പുറത്തെ സൈഡിൽ ഞാൻ മാത്സ് എഴുതിയിട്ടുണ്ട്. അത് ഇന്നലത്തെ നോട്ടാണ് കേട്ടോ. അതെനിക്ക് മനസ്സിലാകത്തോണ്ട് ഞാൻ വീണ്ടും ഒന്ന് നോക്കിയതാണ് അതെങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ. എന്നിട്ടും ചെറുതായിട്ടൊക്കെ ഒന്ന് പിടികിട്ടിയുള്ളതായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ക്ലാസ് കണ്ട് നോക്കാമെന്ന്. ആരെങ്കിലും പഠിപ്പിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് പഠിക്കാമെന്ന് കരുതിയെങ്കിലും പിന്നെ അങ്ങ് മടി കാരണം അതങ്ങ് മാറ്റി വെച്ചു. പിന്നെ ഇന്ന് എണീച്ചിട്ട് ബയോളജി ഇരുന്ന് പഠിക്കാമെന്ന് കരുതിയത്. ഇന്നത്തെ ക്ലൈമറ്റ് ഞാൻ വിചാരിച്ചു ഇടയ്ക്കൊരു വെയിലൊക്കെ വന്നപ്പോഴാണ് ഞാൻ പോയി ക്ലൈമറ്റിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു. ഉച്ചയായിട്ടും വൈകിട്ടായിട്ടും നല്ല തണുപ്പായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു ഷൂട്ട് ചെയ്ത് വെച്ചിട്ട്. ഇന്നാണ് വോയിസ് ഓവറൊക്കെ കൊടുത്തൊന്ന് അപ്ലോഡ് ചെയ്യാനുള്ള ടൈമൊക്കെ കിട്ടിയത്. അങ്ങനെ ഞാൻ വീണ്ടും ഇങ്ങനെ ബയോളജി ഇരുന്ന് പഠിക്കുകയായിരുന്നു കേട്ടോ. കുറേ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്തും അങ്ങനെയൊക്കെ പഠിച്ചു. പിന്നെ ചിലതൊക്കെ ഞാൻ സ്റ്റിക്കി നോട്ടിൽ ചെറിയ ഷോർട്ട് നോട്ടൊക്കെ ആക്കിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അതിന് ഞാൻ ചിലതൊക്കെ ഇപ്പം ഞാൻ എഴുതുന്നുണ്ട്. വീണ്ടും ഞാനിങ്ങനെ എഴുതി ഒട്ടിച്ചുകൊണ്ടിരിക്കും. അതിന് ആ ഭംഗിയെങ്കിലും കണ്ടിട്ട് പഠിക്കാനൊക്കെ ഒരു ഇത് തോന്നുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ബയോളജിയുടെ പ്രിൻ്റഡ് നോട്ട് തന്നെ എടുത്തിട്ട് പഠിക്കാൻ തുടങ്ങി. എന്നിട്ട് അതിൻ്റെ ഏറ്റവും ബാക്കിലെ വശത്ത് ക്വസ്റ്റ്യൻസസ് ഉണ്ട്. അത് എനിക്ക് തോന്നിയത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പഠിക്കുകയായിരുന്നു. അത് കുറേയൊക്കെ അണ്ടർലൈനൊക്കെ ചെയ്തിട്ട് ഞാൻ പഠിച്ചായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഹൈലൈറ്റേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ ഇത് തന്നെയായിരുന്നു വീണ്ടും അതൊക്കെ തന്നെ പഠിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇത് തോന്നിയെന്ന് വെച്ചാൽ ഒരു ബയോളജിയുടെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് തോന്നി. അത് ഞാൻ വീണ്ടും അണ്ടർലൈനൊക്കെ ചെയ്ത് ഹൈലൈറ്റൊക്കെ ചെയ്ത് പഠിച്ചത്. അത് കഴിഞ്ഞ് കുറച്ച് സമയം ഞാനിത് കുറച്ച് സമയമൊക്കെ എടുത്തിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല മനസ്സിലാക്കിയിട്ട് എല്ലാം 1 വേർഡായിരുന്നു. അതുകൊണ്ട് സിമ്പിളായിട്ട് പഠിച്ചു പോകാം. എങ്കിലും അതൊക്കെ മനസ്സിലാക്കിയ ഒരു കോൺസെപ്റ്റ് എന്തുവാന്നൊക്കെ നോക്കിയിട്ടായിരുന്നു ഞാൻ പഠിച്ചത്. പിന്നെ ചെറുതായിട്ടൊരു ബോറൊക്കെ അടിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ വേറൊരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ഇംഗ്ലീഷ് എടുത്ത് അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷിൻ്റെ നൗൺസാണ് കേട്ടോ ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി സമയം എടുക്കുമായിരുന്നു ആ ഗ്രാമർ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് എക്സാമ്പിൾ ഞാൻ തന്നെ കയ്യിൽ നിന്നിട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ കുറേ സമയം ഈ ഒരു പ്രോപ്പർ നൗൺ, കോമൺ നൗൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 4 ടൈപ്സ് ഓഫ് നൗൺസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. ഇടയ്ക്ക് മടിയൊക്കെ വരുന്നുണ്ടെങ്കിലും വീണ്ടും ഞാൻ പഠിക്കാമെന്ന് കരുതി. എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥയായതുകൊണ്ട് പുതച്ചിരുന്നാലോ എന്നൊക്കെ കരുതി. പിന്നെ പുതച്ചിരുന്ന് ഉറങ്ങിപ്പോവുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ പുതയ്ക്കാതെ വീണ്ടും ഇരുന്ന് പ്രൊട്ടക്റ്റീവായിട്ട് പഠിക്കാമെന്ന് കരുതി. വീണ്ടും ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ അണ്ടർലൈൻ ചെയ്തു. പിന്നെ വീണ്ടും ഈ എക്സാമ്പിൾ എഴുതിയൊക്കെ നോക്കി. അത് കഴിഞ്ഞ് ഇത് റഫ് ബുക്കിലാണ് കേട്ടോ ഇത് എഴുതുന്നത്. എല്ലാം ഞാൻ റഫ് ബുക്കിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി എഴുതി വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ ഇച്ചിരി കൂടെ നന്നായിട്ട് മനസ്സിൽ നിൽക്കുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ റഫ് ബുക്കിലൊക്കെ എഴുതിയിട്ട് പഠിച്ചത്.
പിന്നെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അണ്ടർലൈനൊക്കെ ചെയ്ത് പഠിക്കുന്നുണ്ടായിരുന്നു. കുറേ സമയം എടുത്തിട്ട് ഇങ്ങനെ വായിച്ചിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലേ പെട്ടെന്നൊന്നും മനസ്സിലാവത്തുള്ളല്ലോ. അങ്ങനെ ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം എനിക്ക് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്രാമർ നന്നായിട്ട് മനസ്സിലായി ഇങ്ങനെ എഴുതിയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പം. പിന്നെ ടീച്ചേഴ്സൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണല്ലോ എഴുതി പഠിക്കണമെന്ന്. അങ്ങനെ ഞാൻ ഒന്ന് എഴുതി പഠിച്ച് നോക്കിയതാണ്. എന്നാലും ആ ഒരു ഐഡിയ കൊള്ളായിരുന്നു. അതിന് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുട്ടി വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.